കനകം, എന്നമ്മാ? ചിലപ്പോൾ തോന്നുവേ നമ്മൾ ഈ അടുക്കള ജോലി ചെയ്യാൻ വേണ്ടി മാത്രമാണ് ജനിച്ചതെന്ന്. കൊച്ചുനാളി മുതൽ തുടങ്ങിയതാ, അതിപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. அம்மா எனக்கான 2 நாள் கிச்சன்ல ஏறாம இருந்ததுன்னா மனசுக்கு ரொம்ப கஷ்டமா இருக்குமா. எனக்கு இந்த கிச்சன்ல ஏறி இந்த பாத்திரம் எல்லாம் எடுத்து கறிக்குள்ளதெல்லாம் அரிஞ்சு அதை வச்சு நம்ம சமைச்சு யாருக்காவது அது கொடுத்து அவங்க அதை சாப்பிட்டுட்டு ரொம்ப நல்லா இருக்குன்னு சொல்லும்போது என்னோட மனசுக்கு ரொம்ப நிம்மதி. அதுதான் என்னோட சந்தோஷம். അതൊക്കെ ശരി തന്നെ, എന്നാലും ഇത് കുറച്ച് കടുപ്പമാ. ജീവിതകാലം മുഴുക്ക അടുക്കളയിൽ കിടന്നിങ്ങനെ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് കാര്യമായ ചർച്ചയാണല്ലോ രണ്ടുപേരും. நாங்க அப்படிதான் உலகத்தில் இருக்கிற எல்லா விஷயமும் சொல்லிட்டு தான் நாங்க சமைப்போம். അതൊരു ഭാഗ്യം അടുക്കളയിൽ കൂടെ ഒരാളുള്ളത്. അവിടെ കുഴുപ്പളത്താണെങ്കിൽ ഞാൻ തന്നെ ജോലി ചെയ്ത് മടുത്തമ്മേ. എങ്ങാനും ചേട്ടനെ ഒന്ന് വിളിച്ചാലോ? എവിടെ വരാൻ. ഇനി അഥവാ എൻ്റെ വിളിച്ച് ഞാൻ ശല്യം സഹിക്കാന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് ഒരു ഇച്ചിരി നേരം കയറി അവിടെ ഒന്ന് വട്ടം കറങ്ങിയിട്ടങ്ങ് പോകും. അത് പടവലത്തെ അച്ഛനും അങ്ങനെയൊക്കെ തന്നെ. കൃഷി കാര്യങ്ങൾ മൊത്തം അച്ഛന് നന്നായിട്ട് ചെയ്യാൻ അറിയാം, പക്ഷെ അടുക്കളയിൽ കയറി ഒരു കട്ടൻ ചായ തിളപ്പിക്കാൻ അറിയത്തില്ലെന്നേ. അല്ല, ലച്ചു ഇവിടെ എങ്ങനെ അടുക്കള കയറുമോ? லெச்சு ஏறுவா, எப்பவாவது ஏறி ஸ்பெஷலா ஏதாவது சமைச்சிட்டு போவா. അവള് കയറാതിരിക്കുന്നതാ നല്ലത്. അതെന്താ? சொல்லட்டா? சொல்லு. அம்மாக்கும் லெச்சுக்கும் ஆகவே ஆகாது. அம்மா செய்யறது லெச்சுக்கும் பிடிக்காது, லெச்சு செய்யறது അമ്മാക്കും പിടിക്കാது. പക്ഷേ ലച്ചു കുഴുപ്പളത്ത് അങ്ങനെ അല്ല കേട്ടോ. എന്നെ കൊണ്ട് ഒരു ജോലി അവള് ചെയ്യിക്കത്തില്ലെന്നേ. എല്ലാം കയറി തന്നെ ചെയ്യണം. ഒരു പാത്രം മാറ്റി വെക്കാൻ സമ്മതിക്കത്തില്ല. എന്തൊരു അടുക്കും ചിട്ടയാന്നറിയാവോ? ഇങ്ങനെ പറഞ്ഞു കൊടുക്കമ്മ. ചേച്ചിക്ക് എവിടെ എങ്ങനെ നിക്കണോന്ന് അറിയാം. നീ അത്ര മോശമൊന്നും അല്ലല്ലോ. അമ്മ, നമുക്ക് നാളെ മീൻതല മേടിച്ചാലോ? എന്നിട്ട് തലക്കറി വെക്കാം. കുറെ നാളായില്ലേ, വേറെ ആരും അടുക്കള കയറ്റണ്ട, നമ്മൾ രണ്ടുപേരും മാത്രം എന്ന് പറയുന്നു. നല്ല വാളത്തല്ലേക്ക് ഇവിടെ കിട്ടുമോ അങ്ങനെ? പിന്നെ വാഴക്കാല മാർക്കറ്റിൽ എല്ലാം കിട്ടും. നമുക്ക് കേശുവിനോട്ട് മേടിപ്പിക്കാം. കേശുവിന് മീനൊക്കെ നോക്കി വയ്ക്കാൻ അറിയും. கேசுக்கு ரொம்ப நல்லா மீனெல்லாம் பார்த்து வாங்க தெரியும். ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ നോക്കാം. ഇപ്പൊ തൽക്കാലം ഇങ്ങോട്ട് തന്നെ. എന്താ, എന്തിനാ? ഞാൻ ചെയ്യട്ടെന്നേ. അയ്യോ വേണ്ട മക്കളെ, ഞാൻ ചെയ്തോളാം. ഇവിടെ ഇങ്ങനെ ഇരുന്നിരുന്ന് മടുത്തെന്റെ അമ്മേ. ഞാനിവിടെ എന്തായാലും ചെയ്യാം. എന്നാ പിന്നെ കുഴപ്പമില്ലാത്ത അമ്മയുടെ അടുക്കള കയറി കറി വെച്ച് കഴിഞ്ഞാലേ ഇവിടെ ഫുഡിനൊരു മാറ്റമാകും. അമ്മനെ കൊണ്ട് എന്തോ കാര്യം സാധിപ്പിക്കാനുണ്ട്, അതാണ് ഈ സോപ്പിടല്. അതൊന്നും അല്ല. അല്ല, ജനാർദ്ദനെ കണ്ടില്ലല്ലോ. അത് രാവിലെ നടക്കാൻ വേണ്ടി പോയതാണ്. കുറെ നേരമായല്ലോ, കണ്ടില്ല. ചിലപ്പോ ജംഗ്ഷനിലേക്ക് എങ്ങനെ പോയി കാണുമായിരിക്കും. ഇത് നല്ല ദൂരല്ലേ ഇവിടുന്ന്? 1 കിലോമീറ്റർ ഒക്കെ നടക്കാനുണ്ടാവും. 1 കിലോമീറ്റർ ഉള്ളോ? അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. 5 കിലോമീറ്റർ ഒക്കെ പുഷ്പം പോലെ ചേട്ടൻ നടക്കും. അപ്പൊ മോള് നടക്കത്തില്ലേ? ഇല്ലില്ല, ഞാൻ ചേട്ടൻ നടക്കുന്നത് കാണും. കുഴപ്പമില്ലാത്തച്ഛൻ പോയിട്ട് വരുമ്പോഴത്തേക്കും മിഠായി മേടിച്ചോണ്ട് വരുമോ എന്തോ. പിന്നെ മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ കഴിക്കേണ്ടി വരുമല്ലോ. മിഠായി കഴിക്കാത്ത ഒരാള് പല്ല് കാണിച്ചേ. കുഴപ്പമില്ലൊക്കെ പോയി ഭാഗ്യത്തിന്. കുട്ടി പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. മഴ കാരണം ബാക്കിയുള്ളവന് പുറത്തിറങ്ങാനും പറ്റൂല. അത് എന്തിനു മഴ? എൻ്റെ സ്വഭാവം ശരിക്കറിയില്ല. എൻ്റെ പഴയ സ്വഭാവം വരുന്നില്ലല്ലോ, കൊടുത്താൻ എഴുതി തന്നെ നമ്മുടെ അടുത്ത് വേഷം കെട്ടെടുക്കണം. എന്തിട്ട് രാവിലെ നടക്കാൻ പോയപ്പോ എന്നോട് വിളിക്കാതെ? എന്ന് നിന്നെ വിളിച്ചോണ്ട് പോകണം എങ്ങനെയാണ്? നിനക്ക് എഴുന്നേറ്റ് വന്നൂടെ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഡെയിലി ഞാൻ വിളിക്കാൻ പറ്റില്ലെന്ന്? അല്ല പിന്നെ എന്തിട്ട് കുഴപ്പമുള്ളത് വെച്ചാ പുറത്ത് മഴ പെയ്തോണ്ടാണോ? നമ്മുടെ നാട്ടിലെ ആൾക്കാർ ശരിയല്ലടാ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ നമ്മുടെ ഗവൺമെന്റിനെയും സിസ്റ്റത്തിനെയും കുറ്റം പറയും, എന്നാൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമോ? അതൊട്ട് ചെയ്യുകയുമില്ല. അവിടെയാണ് ഈ കുഴപ്പം. ഓരോരുത്തരും അവരുടേതായ കടമകൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ സമൂഹം നന്നാവും. സമൂഹം നന്നായാൽ
രാജ്യം നന്നാവും. ഇതൊന്നും ചെയ്യാതെ അത് ചെയ്യുന്നവരെ കുറ്റം പറയുക, അതാണ് നമ്മുടെ നാടിന്റെ ഒരു രീതി. കറക്റ്റ്. കാര്യം എന്താണെന്നൊന്ന്. എടാ, ഈ വൈദ്യുതി, ജലം എന്ന് പറയുന്ന സാധനങ്ങൾ അമൂല്യമാണ്. ഇതൊന്നും പാഴാക്കി കളയരുതെന്ന് വർഷങ്ങളായിട്ട് നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇപ്പോഴും കുറെ എണ്ണത്തിന്റെ തലയിൽ കയറിയിട്ടില്ല. അപ്പൊ അവന്മാർക്കൊക്കെ വൈദ്യുതിയും ജലം കൊടുക്കരുത്. ഇരുട്ടി കിടന്ന് ഇവരൊക്കെ തപ്പി തടയണമെന്നാ ഞാൻ പറയുള്ളൂ. പാർവൈ കേട്ടല്ലോ കുഴിപ്രദേശം പറഞ്ഞത്. ഇനി മുതൽ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി പോകുന്ന സമയത്ത് ലൈറ്റും ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട് വേണം പോവാൻ. വൈദ്യുതി അമൂല്യമാണ്, പാഴാക്കരുത്. എനിക്കറിയാം ചേട്ടാ, കുഴപ്പമില്ലാത്തച്ഛൻ എന്നും പറയാറുണ്ട്. യേശു, കൊച്ചുകുട്ടികളുടെ കാര്യം വിട്. കൊച്ചുകുട്ടികളാണെങ്കിൽ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇത് 40-45 വയസ്സായവരോടൊക്കെ എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാടാ? അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ചെന്നപ്പോ നമ്മളെ തോളത്ത് തട്ടി അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം അസഭ്യം പറയുക, ചീത്ത പറയുക, എങ്ങനെ സഹിക്കും? ഞാൻ ഡ്യൂട്ടിയിലായിരുന്ന സമയത്തായിരുന്നെങ്കിൽ ഇതിനെ കേട്ടില്ല, തീരുമാനം ഉണ്ടാക്കി കൊടുത്താനായിരുന്നു. കുഴിപ്രദേശോ കറക്റ്റ് സംഭവം ഇനിയെങ്കിലും ഒന്ന് പറയൂ. എന്താ ഉണ്ടായി, എന്താ ഇത്, ആരാ, എന്താ? എടാ, ഞാൻ ഇവിടെ നിന്ന് നടക്കാൻ ഇറങ്ങി. നേരെ ജംഗ്ഷനിൽ ചെന്നിട്ട് ഞാൻ ആ പാലച്ചോട് ഭാഗത്തേക്കാണ് വെച്ച് പിടിച്ചത്. അപ്പുറത്തുനിന്ന് കട്ടടിച്ചു വന്ന് ഇപ്പൊ അവിടെ റോഡ് പിന്നെ വീതി കൂട്ടിയിട്ടുണ്ടല്ലോ. വീതി കൂട്ടി. പക്ഷേ പോസ്റ്റുകളൊന്നും റോട്ടിൽ നിന്ന് മാറ്റിയിട്ടില്ല. അതൊക്കെ ഇപ്പോഴും റോഡിന്റെ സൈഡിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ കാര്യം? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാ? ഇല്ല. എനിക്കതല്ലേ പണി. എടാ, PWDയുടെയും KCBയുടെയും കോർഡിനേഷനിൽ വന്ന അപാകത ഇത് പറയുമ്പോഴാണ് കൊല്ലത്ത് ഞാൻ ഉണ്ടായിരുന്നപ്പോൾ കം ടു ദ പോയിന്റ്. പാലച്ചോട് പോയിട്ട് എന്തിനു പോയി, എന്താ ഉണ്ടായേ? പാലച്ചോട്. അങ്ങനെ ഞാൻ നടന്ന് ആ വളവ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ അല്ല, 4ാമത്തെ വീട്. 4ാമത്തെ വീടിന്റെ ഫ്രണ്ടിലെത്തിയപ്പോ ആ വീടിന്റെ ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നു. ഞാൻ നോക്കിയപ്പോ സിറ്റ് ഔട്ടിൽ ട്യൂബ് ലൈറ്റ് കത്തിക്കിടപ്പുണ്ട്. ഫാനും നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട്. ഞാൻ അവിടെ ഒരു 10 മിനിറ്റ് നോക്കി നിന്നു. ഒരാളുമില്ല. ഇത് രണ്ടും കത്തിക്കിടക്കണേ, വൈദ്യുതി പാഴായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മെല്ലെ ഗേറ്റ് തുറന്നിട്ടേക്കാണല്ലോ അകത്തേക്ക് കയറി. ഞാൻ വിളിച്ചു, ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിച്ചപ്പോ അകത്തുനിന്നൊരു സ്ത്രീ കിടന്നു വന്നു. ഞാൻ പറഞ്ഞു, എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് ഈ ട്യൂബും ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുക്കളയിൽ പോയിരുന്നൂടെ? ഇവിടെ ട്യൂബും ഫാനും ഇട്ടിട്ടാണോ നിങ്ങൾ അടുക്കളയിൽ പോയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ആ സ്ത്രീ ഒരാവശ്യമില്ലാതെ എന്നെ ഊടുപാട് ചീത്ത പറഞ്ഞതാ. ഞാൻ എങ്ങനെ സഹിക്കും? ഇപ്പോഴും എന്റെ വിറയിൽ മാറിയിട്ടില്ല. നമ്മൾ നാട് നന്നാക്കാൻ നിൽക്കുമ്പോ നമ്മളെ തള്ളക്ക് വിളിക്കുക. എന്നിട്ട് അച്ഛൻ തിരിച്ചു വല്ലോ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ലടാ, ഞാൻ സംസ്കാരമുള്ളവനല്ലേ. പക്ഷെ ആ സ്ത്രീക്ക് യാതൊരു സംസ്കാരവും ഇല്ലട്ടോ. അച്ഛൻ എന്തിനാ അവരുടെ വീടിന്റെ അകത്തോട്ട് കയറി ചെന്നേ? ഗേറ്റിന്റെ വെളിയിൽ നിന്ന് സംസാരിച്ച പോരായിരുന്നാ? അത് മതിയായിരുന്നല്ലേ? പക്ഷെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഗേറ്റ് തുറന്നു കിടക്കായിരുന്നു, അത് കാരണം ഞാൻ അകത്തേക്ക് ഇരുന്നു, അത്രേ ഉള്ളൂ. നീ ഇത് വലിയ പ്രശ്നമാവോ? എന്താ പ്രശ്നം? ഞാനൊരു ഇന്ത്യൻ പൗരന്റെ കടമ ചെയ്തു, അത്രേ ഉള്ളൂ. ഈ ലൈറ്റ് ഇട്ടേക്കണ ആരാണ്? ഈ ലൈറ്റ് ഇട്ടേക്കണ ആരാണ്? ഇവിടെ ഇത്രയും വെളിച്ചമുള്ളപ്പോ എന്തിനാണ് അനാവശ്യമായിട്ട് ഈ ലൈറ്റ് ഉപയോഗിക്കുന്നത്? ഇതാണ് വൈദ്യുതി പാഴ്ചെലവ്. നമ്മൾ എത്ര പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കുഴപ്പം. എന്തോ നാട്ടത്? നിന്റെ ചേച്ചോട് ചോദിച്ചായിരുന്നു.